കാസർഗോഡൻ ഭക്ഷണങ്ങളിലെ മിന്നും താരമാണ് പള്ളിക്കറി. നെയ്ച്ചോറിനൊപ്പം പത്തിരിക്കൊപ്പവും കാസർഗോട്ടുകാർക്ക് ബീഫ് പള്ളിക്കറി ഇല്ലാതെ പറ്റില്ല. കാണാം സപ്തഭാഷാ സംഗമഭൂമിയിലെ വിദ്വേഷമില്ലാത്ത രുചിക്കാഴ്ചകൾ. ഒരു തട്ടുകടയും അവിടുത്തെ വിഭവങ്ങളും ഒരു നാടിന്റെ മുഖമായ കഥയാണ് കാസർകോട്ടെ കൊല്ലിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ പ്രധാന വിഭവം ഒരു സൂപ്പർ സ്റ്റാറാണ്. ആ വിഭവത്തിന് ഈ നാടിന്റെ പഴക്കത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സുഗന്ധവും ഉണ്ട്. തിളച്ചുമറിയുന്ന വട്ടച്ചെമ്പിൽ ബീഫിലേക്ക് മസാലക്കൂട്ടുകൾ ചേരുമ്പോൾ ആ സുഗന്ധം നാട് മുഴുവൻ അറിയും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നേർച്ചകൾക്ക് വെച്ച അതേ ശൈലിയിൽ തന്നെ പാകം ചെയ്യുന്നത് കൊണ്ടാണ് കാസർകോട്ടെ ബീഫ് കറിക്ക് പള്ളിക്കറി എന്ന പേര് വന്നത്. നെയ്ച്ചോറും ബീഫും ചേർന്ന പൊതികൾക്ക് പള്ളിക്കെട്ട് എന്നതാണ് പ്രാദേശിക വിളിപ്പേര്. റംസാൻ കാലത്ത് 2 പോത്തുകളുടെ ഇറച്ചി പൂർണ്ണമായും ഉപയോഗിച്ചാണ് പള്ളിക്കറി ഉണ്ടാക്കുന്നത്. നാട്ടിലും പുറത്തുമെല്ലാം കൊല്ലിയിലെ ഈ സ്പെഷ്യൽ വിഭവത്തിന് വൻ ഡിമാൻഡാണ്. ഇത് റമദാനിന്റെ സ്പെഷ്യലാണ്. ഇപ്പോൾ പള്ളികൾക്കുള്ള കെട്ട് ഓരോരോ കിറ്റാക്കിയിട്ട് കൊടുക്കും. നെയ്ച്ചോറും ബീഫും ലോകം മൊത്തം പോകും. കൊല്ലിൻ്റെ ബീഫ് ഏതെല്ലാം രാജ്യമുണ്ട് ആ രാജ്യത്തൊക്കെ ഈ ബീഫ് എത്തും. മറ്റു കടകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായി കറിയും ചോറും തൂക്കി നൽകുന്നതാണ് ഇവിടെയുള്ള സവിശേഷത. നാടൻ മസാല തന്നെയാണ് പള്ളിക്കറിയുടെ രുചി കൂട്ടുന്നത്. അതിനാൽ തന്നെ കൊല്ലിയിലെ തട്ടുകടയിൽ തിരക്കൊഴിഞ്ഞ നേരവുമില്ല. കൊല്ലിയ തട്ടുകടയിൽ തയ്യാറാക്കിയ ഭക്ഷണം വീടുകളിലേക്കും പള്ളികളിലേക്കും എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ള ജീവനക്കാർ. ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണത്തിന്റെ രുചിയും മണവും നിറഞ്ഞതാണ് റിയൽ കേരള സ്റ്റോറി. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.